വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് കൂടെ അന്വേഷണം ഉയർത്തുന്നു. വലിയ വിമർശനങ്ങൾ സംസ്ഥാനത്തുടനീളം ഉയർന്നിരുന്നു. എന്തുകൊണ്ട് ഇത്രയധികം ക്രമക്കേടുകൾ ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് നടന്നിട്ടും അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് അതിൽ പങ്കില്ലേ, അതിൽ ഉത്തരവാദിത്തമില്ലേ എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. ഇപ്പോൾ കടകംപള്ളിയെ കൂടെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്ന് വരികയാണ്. സിജോ, ഇതിൽ ഏറ്റവും പ്രധാനമായത് അതായത് ഏതെങ്കിലും ആളുകളുടെ ഒരു മൊഴി, അത് കടകംപള്ളിക്ക് ഏതെങ്കിലും കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നൊരു മൊഴി ഈ അറസ്റ്റിലായ 10 പേരിൽ നിന്ന് ആരിലെങ്കിലും നിന്നും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് കടകംപള്ളി കേസുമായി ലിങ്ക് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ ആ കത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ കടകംപള്ളിയെ ലിങ്ക് ചെയ്യാനുള്ള കാര്യം ഈ പ്രതികളിൽ നിന്ന് ലഭിച്ചിരുന്നു? നേരത്തെ വന്നിരുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആദ്യം അപേക്ഷ നൽകുന്നത് പറയുന്നത് ദേവസ്വം വകുപ്പിനാണ്. ദേവസ്വം വകുപ്പിനെ സമീപിക്കുന്നു. പിന്നീട് ആണ് അത് ദേവസ്വം ബോർഡിന്റെ അപേക്ഷ കൈമാറിയെന്നാണ് പറയുന്നത്. അതൊരു മൊഴിയായി തന്നെ പത്മകുമാറിന്റെ മൊഴി എന്ന നിലയിൽ തന്നെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. പക്ഷെ അത് സാധൂകരിക്കുന്ന മറ്റു രേഖകളോ വിവരങ്ങളോ ഉണ്ടായിരുന്നില്ല. പത്മകുമാർ അത്തരത്തിൽ മൊഴി നൽകിയിരുന്നു എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരികയും ചെയ്തിരുന്നത്. പക്ഷേ അന്ന് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ആ ആരോപണം നിഷേധിച്ചിരുന്നു. എന്തെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഈ ദേവസ്വം ബോർഡിലെ എന്തെങ്കിലും നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡ് ആണ്. ആ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ചേർന്നാണ് തീരുമാനമെടുക്കുന്നത്. അത് ദേവസ്വം വകുപ്പിനോ ദേവസ്വം വകുപ്പ് മന്ത്രിക്കോ യാതൊരു തരത്തിലുമുള്ള പങ്കുമില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ആ നിലപാട് തന്നെയാണ് ഈ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മൊഴിയാണ് അദ്ദേഹം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ചില ചിത്രങ്ങളൊക്കെ പുറത്തു. സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാനുള്ള അനുവാദം ചോദിച്ചുള്ള കത്ത് അത് ലഭിച്ചിട്ടില്ല എന്നാണോ, അല്ലെങ്കിൽ അതിലൊരു നടപടി എടുത്തിട്ടില്ല എന്നാണോ കടകംപള്ളി പറയുന്നത്? ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ലപ്പാടിയും കൊണ്ടുപോകുന്നതിൽ യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ താനോ തന്റെ ഓഫീസോ നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. നേരത്തെ പുറത്തു വന്നിരുന്ന വിവരപ്രകാരമുള്ള ഒരു കത്ത് അത് ദേവസ്വം വകുപ്പിന് ലഭിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. അത്തരത്തിലുള്ള ഒരു കത്ത് പോലും തന്റെ ഓഫീസിൽ വന്നിട്ടില്ല. തന്റെ ഓഫീസ് അത്തരത്തിലുള്ള ഒരു കത്ത് കൈകാര്യം ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ഈ കേസിനാസ്പദമായി ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ അത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിഷേധിക്കുകയാണ്. സ്വർണ്ണപ്പാളികൾ അത് കൊണ്ടുപോകാനായി, സ്വർണം പൂശാൻ കൊണ്ടുപോകാനായി അനുമതി തേടിയ ഒരു കത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരുന്നു എന്നുള്ള വാദമാണ് അദ്ദേഹം നിഷേധിക്കുന്നത്. അത്തരത്തിലൊരു കാര്യമുണ്ടായിട്ടില്ല. മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് ദേവസ്വം ബോർഡിന് തന്നെയാണ് ഇപ്പോൾ വരുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാമെന്നും അത് മന്ത്രിയിലേക്ക് ഒരു തരത്തിലും ലിങ്ക് ചെയ്തിട്ടില്ല എന്നുകൂടിയാണ് SITയുടെ അന്വേഷണത്തിൽ അദ്ദേഹം പറയുന്നത്. അതിൽ